dear students, welcome to our next class of management theory and practices. ഓക്കെ, നമ്മൾ മൊഡ്യൂൾ 1 ആണ് നമ്മൾ കടന്നു പോകുന്നുണ്ടായിരുന്നത്. മൊഡ്യൂൾ 1ൻ്റെ വേറൊരു ക്ലാസ്സുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ in the last class that as usual I am just making a review of the last class aanu. That is, in the last class that we have discussed is about the human class neoclassical approaches le human relations movement നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ പറഞ്ഞു എന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ and we discussed about the social system approach പറഞ്ഞു, and we have started discussing about the behavioral approach. അതാണ് നമ്മൾ പറയേണ്ടായിരുന്നത്. അത് നിയോ ക്ലാസിക്കൽ അപ്രോച്ചിനകത്തുള്ള മൂന്ന് അപ്രോച്ചസ് ആണ് അതിനകത്ത് പറയുന്നതിൽ. ഹ്യൂമൻ റിലേഷൻസ് നമ്മൾ പറഞ്ഞു, സോഷ്യൽ സിസ്റ്റം പറഞ്ഞു, ബിഹേവിയർ നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ മെയിൻ ആയിട്ടുള്ള കോൺട്രിബ്യൂട്ടേഴ്സ് ആരാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓർമ്മയുണ്ടോ? ഡഗ്ലസ് മാക്ഗ്രിഗോർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ എബ്രഹാം മാസ്ലോ, റിൻസിസ് ലിക്കർട്ട്, ഇവർ 3 പേരാണ് അതിൻ്റെ മെയിൻ ബിഹേവിയറൽ സയൻറ്റിസ്റ്റുകളാണ് അവരാണ് ദാറ്റ് ഈസ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഇവരെ ഓരോരുത്തരെയും ദാറ്റ് ഈസ് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. ആൻഡ് ദാറ്റ് ഈസ് ടുഡേ ദാറ്റ് വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ഡഗ്ലസ് മാക്ഗ്രിഗോർസ് തിയറി എക്സ് ആൻഡ് വൈ. അതിനെക്കുറിച്ചാണ് നമ്മൾ. അപ്പോൾ അത് ആണ് നമ്മളിതിൽ ദാറ്റ് ഈസ് ബിഹേവിയറൽ ദാറ്റ് ഈസ് നമ്മുടെ നിയോ ക്ലാസിക്കൽ അപ്രോച്ചിലെ ബിഹേവിയറൽ അപ്രോച്ചിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് മാക്ഗ്രിഗോറിൻ്റെ ദാറ്റ് ഈസ് തിയറി എക്സ് ആൻഡ് തിയറി വൈ ആണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് ഉണ്ട്. ആ ബുക്കിൻ്റെ പേരാണ് ദ ഹ്യൂമൻ സൈഡ് ഓഫ് എൻ്റർപ്രൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലേ, ഹ്യൂമൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഇവർ കാര്യങ്ങൾ പറഞ്ഞത്. ഒരു എൻ്റർപ്രൈസിൻ്റെ ഹ്യൂമൻ സൈഡ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ദ ഹ്യൂമൻ സൈഡ് ഓഫ് എൻ്റർപ്രൈസ് സ്റ്റേറ്റ്സ് ദാറ്റ് people inside the organization can be managed in 2 ways. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ എഴുതിയത് ഇങ്ങനെയാണെന്നുണ്ട്. അതായത് ഒരു ഓർഗനൈസേഷനിലുള്ള, അതായത് ഒരു എൻ്റർപ്രൈസിലുള്ള ഹ്യൂമൻ ബീയിങ്സിനെ 2 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, മാനേജ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം ആദ്യം പറയണത് ദാറ്റ് ഈസ് നെഗറ്റീവ് എന്നുള്ളതാണ് പറയണത്, വിച്ച് ഫോൾസ് അണ്ടർ ദി കാറ്റഗറി എക്സ്. അപ്പോൾ അത് തെറ്റരുത്, നെഗറ്റീവ് ആ രീതിയിൽ നമുക്ക് ചെയ്യാം, അതിനെ കാറ്റഗറി എക്സ് എന്നിടാം. ഇനി പോസിറ്റീവ്ലി നമുക്ക് അവരെ ഹാൻഡിൽ ചെയ്യാം, അത് കാറ്റഗറി വൈ ആണ്. തെറ്റിപ്പോകരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സാധ്യതയില്ല. നെഗറ്റീവ് ആണെങ്കിൽ ദാറ്റ് ഈസ് തിയറി എക്സ് എന്നും കാറ്റഗറി എക്സ് എന്നും, പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ കാറ്റഗറി വൈ. അങ്ങനെ 2 കാറ്റഗറിയിൽ നമുക്ക് ദാറ്റ് ഈസ് നമുക്ക് ഇവരെ മാനേജ് ചെയ്യാമെന്നാണ് പറയുന്നത്. MacGregor concluded that a manager's view of human nature is based on certain grouping of assumption, and that the manager tends to mold his or behavior towards subordinates according to those assumptions. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് അസംഷൻസിൻ്റെ ബേസിലാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതായത് ചില അസംഷൻസ്, മുൻധാരണകൾ എന്ന് പറയുന്നതിലും ആ അസംഷൻസുമേൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ആ അസംഷൻ അനുസരിച്ചിട്ട് നമുക്ക് സബോർഡിനേറ്റ്സിനോടുള്ള ബിഹേവിയർ, ഒരു മാനേജറുടെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത് മൗൾഡ് ചെയ്തെടുക്കാൻ, അതായത് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ്, എങ്ങനെയാണോ സബോർഡിനേറ്റ്സിനോട് പെരുമാറേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യാമെന്നാണ് പറയണത്, രൂപപ്പെടുത്തിയെടുക്കാൻ, ചില അസംഷൻസിൻ്റെ ബേസിസിൽ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുമെന്നാണ് ദാറ്റ് ഈസ് മാക്ഗ്രിഗോർ പറയുന്നത് എന്നാണ് പറയണത്. ഇനിയിപ്പോൾ തിയറി എക്സ് എന്താണ്, തിയറി വൈ, അതായത് what are the assumptions under theory X and what are the assumptions under theory Y. ഇതാണ് നമ്മൾ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ്, ദാറ്റ് ഈസ് നെഗറ്റീവ് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അവിടെ സൈഡിൽ ടെക്സ്റ്റിൽ അവിടെ ഒരു നെഗറ്റീവ് മാർക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത് പെട്ടെന്ന് നമ്മൾ എക്സാമിനൊക്കെ നോക്കുന്ന സമയത്ത് പെട്ടെന്നൊന്ന് മനസ്സിലാവാനായിട്ട്. അപ്പോൾ അണ്ടർ ദി അസംഷൻസ് ഓഫ് തിയറി എക്സ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണാം. അതിൽ പറയണത് എന്താണെന്നാണ് പറയണത്, employees inherently do not like work and whenever possible will attempt to avoid it എന്നാണ് പറയുന്നത്. അപ്പോൾ നെഗറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിൽ തിയറി എക്സിൽ അദ്ദേഹം പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആർക്കും അങ്ങനെ ജോലി ചെയ്യാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരിക്കില്ല. അവർക്ക് കഴിയുന്നത് നമുക്ക് വെറുതെ ഇരിക്കാൻ അല്ലേ, നമ്മൾ പറയും ഒരുപാട് ജോലിയാണെങ്കിൽ നമ്മൾ, അങ്ങനെയാണ് ഒരു അസംഷൻ പറയുന്നത്. നമുക്ക് എപ്പോൾ ചാൻസ് കിട്ടുന്നുവോ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, നമ്മൾ ആ ജോലി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും ഇല്ലേ. നമ്മളൊക്കെ ചിലപ്പോൾ അങ്ങനെ ചെയ്യണതാണ്. ഇപ്പോൾ അമ്മ നമ്മളോട് ചില പണികളൊക്കെ പറഞ്ഞാൽ എങ്ങനെ അത് ഒഴിവാക്കി കിട്ടാം, അപ്പോൾ ആ സമയത്ത് നമ്മൾ ബുക്ക് എടുത്ത് തുറന്ന് വയ്ക്കുക അല്ലേ, അങ്ങനെയുള്ള ചില സൂത്രപ്പണികളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു അസംഷൻ, പക്ഷേ എല്ലാ കേസസിലും അങ്ങനെ ആവില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ എക്സ് തിയറിയിൽ പറയുന്ന ഒരു അസംഷൻ ഇതാണെന്നാണ് പറയുന്നത്, വെനെവർ പോസിബിൾ ദേ ട്രൈ ടു അവോയ്ഡ് ഇറ്റ് എന്നാണ് പറയുന്നത്. ഇനി അതാണ് ഫസ്റ്റ് അസംഷൻ. സെക്കൻഡ് അസംഷൻ എന്താണെന്നാണ് പറയുന്നത്, ബിക്കോസ് എംപ്ലോയീസ് ഡിസ്ലൈക്ക് വർക്ക്. അതാണ് അദ്ദേഹത്തെ അസംഷൻ പറയുന്നത്, ആളുകൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല. ദേ ഹാവ് ടു ബി ഫോഴ്സ്ഡ്, കൊയേഴ്സ്ഡ് ഓർ ത്രെറ്റൻഡ് വിത്ത് പനിഷ്മെൻറ്റ് ടു അച്ചീവ് ദ ഗോൾസ്. അവർക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, അവരെ നിർബന്ധിച്ചുകൊണ്ട്, അവരെ കൊണ്ട് അതായത് പനിഷ്മെൻറ്റ് കൊടുത്തുകൊണ്ട് അവരെ ജോലി ചെയ്യിപ്പിക്കേണ്ടതായിട്ട് വരും. എന്നാലേ വിചാരിച്ച ഗോൾ അച്ചീവ് ചെയ്യുള്ളൂ എന്നാണ് ദാറ്റ് ഇസ് ദ സെക്കൻഡ് അസംഷൻ ഓഫ് ദി തിയറി എക്സ് പറയുന്നത്. ക്ലിയർ?
നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ ചെയ്യില്ലല്ലോ, അപ്പോൾ നമ്മൾ ആരെങ്കിലും നിർബന്ധിക്കണം. അപ്പോൾ അത് ജോലി സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ പനിഷ്മെൻറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിലാണ് അത് ശരിയാവുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. And the third assumption is that employees avoid responsibilities and do not work till formal directions are issued. എന്നിട്ട് അദ്ദേഹം പറയുന്നത് മൂന്നാമത്തെ ഒരു നെഗറ്റീവ് ഇതിൽ പറയുന്നത് അദ്ദേഹം എക്സിൽ പറയണതാണ്, തിയറി എക്സിൽ പറയുന്നതാണ്, മിക്ക എംപ്ലോയീസും ചുമതലകളിൽ നിന്ന് ഒഴിവാകാനായിട്ട് നോക്കും. അത് ആവശ്യമില്ലാതെ എന്തിനാണ് ആ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത് അല്ലേ? നമ്മൾ ചില സിറ്റുവേഷനിൽ പോലും ചില സിറ്റുവേഷനിലെങ്കിലും നമ്മൾ അങ്ങനെ ചിന്തിക്കില്ലേ. അപ്പോൾ അത് അങ്ങനെയാണെന്നാണ് പറയണത്. അത് കൃത്യമായിട്ട് ഇപ്പോൾ പറയില്ലേ, ആരാ ഒന്ന് നമ്മളെ ക്ലാസ്സിലൊക്കെ പറയുന്ന സമയത്ത് ആരെങ്കിലും ഒന്ന് മുന്നോട്ട് വന്നേ ഇതിനുള്ളൊരു ഉത്തരം പറഞ്ഞേ എന്ന് പറഞ്ഞാൽ നോബഡി വില്ല അല്ലേ, ആരും വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ടീച്ചർ നിർബന്ധമായിട്ട് ഏതെങ്കിലും ഒരു റോൾ നമ്പർ പറയും. അപ്പോൾ അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ അവർക്കൊരു ഫോർമൽ ഡയറക്ഷൻ കൊടുക്കാതെ അവരൊരു ചുമതലയും ഏറ്റെടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ദി ഫോർത്ത് assumption is that most workers place a great importance on security over all other factors and display little ambition. എല്ലാ വർക്കേഴ്സും അവനവൻ്റെ സെക്യൂരിറ്റി, അവനവൻ്റെ സുരക്ഷ എന്നതുള്ളതിനാണ് അവർ എന്ത് ചെയ്യണത്, ദാറ്റ് ഈസ് ദേ ആർ ഗിവിങ് ഇമ്പോർട്ടൻസ് എന്നാണ് തിയറി എക്സിൽ അദ്ദേഹത്തിൻ്റെ അസംഷൻ പറയണത്. എന്നിട്ട് അവർ എന്ത് ചെയ്യില്ല, ഒട്ടും അംബീഷൻസ് അല്ല, അതായത് ഒട്ടും അവർക്ക് ഭാവിയെക്കുറിച്ച് വലിയ ചിന്തകളോ ലിറ്റിൽ നിന്നാണ് അത് ഒട്ടുമില്ല, ഒരു അംബീഷൻസും അവരുടെ ലൈഫിലില്ല, അല്ലാതെ ഒന്നുമില്ല, ഞങ്ങൾ സുരക്ഷിതരായിരിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ എന്നാണ് മെഗ്രിഗോർ അദ്ദേഹത്തിൻ്റെ തിയറി എക്സിൽ പറയുന്നത്. അപ്പോൾ കിട്ടിയോ 4 അസംഷൻസ് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇനി അദ്ദേഹം പറയുന്നത് തിയറി വൈ ആണ്. നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസംഷൻസ് എന്തൊക്കെയാണ് റിഗാർഡിങ് തിയറി വൈ, ദാറ്റ് ഇസ് പോസിറ്റീവ്. അതിലെന്താണെന്നാണ് പറയുന്നത്, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ എഫേർട്ട് അറ്റ് വർക്ക് ഈസ് ആസ് നാച്ചുറൽ ആസ് റെസ്റ്റ് ഓർ പ്ലേ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് പറയുന്നത്. അപ്പം അതിൽ പറയണത് ഇങ്ങനെയാണ്, അതായത് നമുക്ക് ഒരു കളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് റെസ്റ്റ് വേണം എന്നൊക്കെ തോന്നില്ല, നമുക്ക് നാച്ചുറലി തോന്നുന്നൊരു കാര്യമാണ്. അതേപോലെ തന്നെയാണെന്നാണ് പറയണത്. എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന് ആ രീതിയിലാണ് കാണുന്നത്. നമ്മൾ അതിനായിട്ട് ഫിസിക്കലായിട്ട് കുറച്ച് എഫേർട്ട് എടുത്താൽ, ഇപ്പോൾ നമുക്കൊരു വലിയൊരു മേശ അങ്ങോട്ട് വലിച്ചെടുക്കണമെങ്കിൽ ദാറ്റ് വി ആർ ഡൂയിങ് സം ഫിസിക്കൽ വർക്ക് അല്ലേ, നമ്മൾ ആ മേശ കൃത്യമായിട്ട് ഇങ്ങോട്ട് വലിച്ചിടുന്നുണ്ട്. അപ്പോൾ ഫിസിക്കലായിട്ട് നമ്മൾ അതിന് ചില എഫേർട്ട് എടുക്കുന്നുണ്ട്. ഒപ്പം നമ്മൾ മെൻ്റലി അല്ലേ, നമ്മൾ ആലോചിക്കും ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഇതിലേക്കൂടെ കടന്നാൽ ഈ വാതിൽ വഴി അത് കടന്നു പോകുമോ എന്നുള്ള കുറച്ച് മെൻ്റൽ. അപ്പോൾ അങ്ങനെ എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ, അതായത് നമ്മൾ ഒരു റെസ്റ്റ്, നമുക്ക് എന്തെങ്കിലും റെസ്റ്റ് എടുക്കുകയോ അതായത് വിശ്രമിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കളിക്കുകയോ ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒരു മനുഷ്യന് ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് ഫിസിക്കൽ എഫേർട്ട് ആൻഡ് മെൻ്റൽ എഫേർട്ട് എന്നാണ് അസംഷൻ ഓഫ് തിയറി വൈയിൽ പറയുന്നത്. രണ്ടാമത്തെ എന്താണെന്നാണ് പറയുന്നത്, പീപ്പിൾ ഡു എക്സസൈസ് സെൽഫ് കൺട്രോൾ ആൻഡ് സെൽഫ് ഡയറക്ഷൻ ഇഫ് ദേ ആർ കമ്മിറ്റഡ് ടു ഗോൾസ്. അതായത് ആ പറയുന്ന ഗോൾസിനോട് അവർക്ക് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി തന്നെ എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, ദേ വിൽ എക്സസൈസ് സെൽഫ് കൺട്രോൾ, സ്വയം ഒന്ന് നിയന്ത്രിക്കാനും സെൽഫ് ഡയറക്ഷൻ, സ്വയം എങ്ങനെ അതൊന്ന് ഡയറക്റ്റ് ചെയ്ത് കൃത്യമായിട്ട് ആ ഗോൾ അച്ചീവ് ചെയ്യാമെന്നുള്ളത് ഹ്യൂമൻ സ്വയം ചിന്തിക്കുമെന്നാണ് അദ്ദേഹം തിയറി വൈയിൽ കൂടെ പറയുന്നത്. അപ്പോൾ അതിന് മുൻപ് തിയറി എക്സിൽ പറഞ്ഞത് എന്തായിരുന്നു എന്നാണ് പറയുന്നത്, അവരെ കൃത്യമായിട്ട് നമുക്ക് ഫോഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും, ഡയറക്റ്റ് ചെയ്യാതെ ഫോർമൽ ഡയറക്ഷൻസ് കൊടുക്കാതെ ചെയ്യില്ല എന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെയല്ല പറയുന്നത്. തിയറി വൈയിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവർ തന്നെ സ്വയം ഗോൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ തന്നെ അതിനുള്ള സെൽഫ് കൺട്രോൾ ആൻഡ് സെൽഫ് ഡയറക്ഷൻ ചെയ്യും എന്നാണ് പറയുന്നത്. ആൻഡ് ദ തേർഡ് അസംഷൻ ഈസ് ദാറ്റ് ആവറേജ് ഹ്യൂമൻ ബീങ്സ് ആർ വില്ലിംഗ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി. തിയറി എക്സിൽ പറഞ്ഞത് എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ തയ്യാറല്ല. പക്ഷേ ഇതിൽ തിയറി വൈയിൽ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആവറേജ് ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ ഹീ ഈസ് റെഡി ഓർ ഷീ ഈസ് റെഡി ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി എന്നാണ് പറയുന്നത്. ആൻഡ് എക്സസൈസ് ഇമാജിനേഷൻ, ഇൻജെന്യുവിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി ഇൻ സോൾവിങ് ദ പ്രോബ്ലംസ് ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് ദേ വിൽ ഷോ സം ക്രിയേറ്റിവിറ്റി. അതായത് ചില ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്സോട് കൂടി അവർ ഓർഗനൈസേഷൻസിൽ വരുന്ന പ്രോബ്ലംസുകൾ അല്ലെങ്കിൽ ഒരു ഇമാജിനേഷനോട് കൂടിയിട്ടൊക്കെ ആലോചിച്ച് അവർ ഇങ്ങനെ ഓർഗനൈസേഷൻസ് വരുന്ന പ്രോബ്ലംസ് ദേ വിൽ സോൾവ് എന്നാണ് തിയറി വൈയിൽ പറയുന്ന. ദാറ്റ് ഇസ് ദ തേർഡ് അസംഷൻ. ആൻഡ് ദ ഫോർത്ത് അസംഷൻ ഇസ് ദാറ്റ് ദ വേ തിങ്സ് ആർ ഓർഗനൈസ്ഡ് ദ ആവറേജ് ഹ്യൂമൻ ബീങ്സ് ബ്രെയിൻ പവർ ഈസ് ഓൺലി പാർട്ട്ലി യൂസ്ഡ്. അപ്പോൾ അതിൽ പറയുന്നൊരു വലിയൊരു അസംഷൻ ശരിയാണ്, വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. അതായത് എല്ലാ കാര്യങ്ങളും നമ്മളൊരു ഭംഗിയായിട്ട് അല്ലേ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ആവറേജ് ഹ്യൂമൻ ബീയിങ് അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൻ്റെ പവറിൻ്റെ ഒരു പകുതി മാത്രമേ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ, ഒരു ഭാഗം നമ്മൾ അപ്പോൾ അതും കൂടി യൂട്ടിലൈസ് ചെയ്താലുള്ള റിസൾട്ട് ഒന്ന് നോക്കി നോക്കിയേ. അപ്പോൾ നമ്മളൊരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ നമ്മുടെ ബ്രെയിനിൻ്റെ പകുതി ഉപയോഗം മാത്രമേ നടത്തുന്നുള്ളൂ എന്നാണ് ദാറ്റ് ഈസ് ആര് പറയുന്നത്, ദാറ്റ് ഈസ് തിയറി വൈയിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് ദാറ്റ് ഈസ് ദ അസംഷൻസ് ഓഫ് തിയറി എക്സ് ആൻഡ് തിയറി വൈ.
പഠിക്കേണ്ട വിഭാഗം തന്നെയാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, ആൻ ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് റൺ ഓൺ തിയറി എക്സ് ലൈൻസ് ടെൻസ് ടു ബി അതോറിറ്റേറിയൻ ഇൻ നേച്ചർ. അപ്പോൾ രണ്ടെണ്ണമാണ് ഉള്ളത്, തിയറി എക്സ് ഉണ്ട്, തിയറി വൈ ഉണ്ട്. തിയറി എക്സിൽ പോകുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അതൊരു എന്താണ് അതോറിറ്റേറിയൻ ഇൻ നേച്ചറാണ്. അതായത് അദ്ദേഹം പറയുന്നത് അതിൽ പറയുന്നത് എന്തൊക്കെയാണ്, ഒരാൾ പണി ചെയ്യണമെങ്കിൽ അയാളെ ഫോർമലി അയാൾക്ക് കുറച്ച് ഡയറക്ഷൻസ് കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ മടിയന്മാരായിട്ടിരിക്കും. അപ്പോൾ അതിനൊക്കെ ചില എന്ത് ചെയ്യണം, അവർക്ക് ഓർഡർ അവർ കൃത്യമായിട്ട് അവരെ ഫോഴ്സ് ചെയ്താൽ മാത്രമാണ് കാര്യങ്ങൾ ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ ഈ ഒരു ലൈനിൽ പോകുന്ന ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് വളരെ അതോറിറ്റേറിയൻ നേച്ചറുള്ള ഓർഗനൈസേഷൻ ആവുമെന്നാണ് പറയുന്നത്. അതേസമയം എന്താണെന്നാണ് പറയുന്നത്, ഇൻ കോൺട്രാസ്റ്റ് തിയറി വൈ ആണെന്നുണ്ടെങ്കിൽ അതിലെല്ലാം മനുഷ്യൻ ചെയ്തോളും അല്ലേ, സിറ്റുവേഷൻസ് അറൈസ് ഹ്യൂമൻ ബീയിങ് ഡസ് എന്നുള്ള കാര്യങ്ങളിലാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ഈ ഒരു തിയറി വൈ ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണെന്നെങ്കിൽ നമുക്ക് പറയാം അവർ ഫോളോ ചെയ്യുന്നത് ഒരു പാർട്ടിസിപ്പേറ്റീവാണ്. അതായത് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അത് രണ്ടും അറിഞ്ഞിരിക്കണം. തിയറി എക്സ് ആണെങ്കിൽ അതോറിറ്റേറിയൻ ഇൻ നേച്ചർ എന്നാണ് പറയുന്നത്, തിയറി വൈ ആണെന്നുണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റീവ് ഇൻ നേച്ചറാണ്. ക്ലിയർ? ഇനി ഈ തിയറിനൊന്ന് നമ്മൾ അപ്പോൾ ഇത്രയാണ് അതിൽ മെയിനായിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ. ഇനി നമുക്കിതിനെ ഈ തിയറിനൊന്ന് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് വി ആർ ഇവാലുവേറ്റിംഗ്, അതിനൊന്ന് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു തിയറി എന്ത് ചെയ്യാന്നാണെങ്കിൽ ഇത് വളരെയധികം വൈഡ്ലി ആക്സെപ്റ്റ് ചെയ്തു. ഈ അദ്ദേഹത്തിൻ്റെ തിയറി എക്സ് ആൻഡ് വൈ, മാക്ഗ്രിഗോർസ് തിയറി ഈസ് ആക്സെപ്റ്റഡ് ആസ് ഇറ്റ് attempts to unravel the nature of organizations. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്തു, അൺറാവൽ എന്ന് പറയണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയായിരിക്കണം ഒരു ഓർഗനൈസേഷൻ, അതിൻ്റെ നേച്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഈ തിയറി കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ആക്സെപ്റ്റഡ് ആയിട്ടൊരു തിയറി തന്നെയാണെന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ മൈൽ സ്റ്റോൺ ടു ഇൻ ദി ഹിസ്റ്ററി ഓഫ് ദി സ്റ്റഡി ഓഫ് ഓർഗനൈസേഷൻസ്. അപ്പോൾ ഓർഗനൈസേഷൻസിനെ കുറിച്ചുള്ള പഠനത്തിൽ ഒരു മൈൽ സ്റ്റോൺ, ഒരു നാഴികക്കല്ലെന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നത്, അതാണ് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ്, അല്ലെങ്കിൽ ഇറ്റ് സപ്പോസ് ടു ബി എ മൈൽ സ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദി സ്റ്റഡി ഓഫ് ഓർഗനൈസേഷൻസ് എന്നാണ് പറയുന്നത്. ആൻഡ് ഈ തിയറിയുടെ അസംഷൻ ദാറ്റ് ഇസ് ഇത് ഇത്രമാത്രം ആക്സെപ്റ്റ് ചെയ്യാനുണ്ട്, ആക്സെപ്റ്റബിൾ ആവാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തിയറി പറയുന്നത് എന്താണ്, ഒരു ഓർഗനൈസേഷൻ്റെ എസെൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ മെയിൻ പാർട്ട് ഓഫ്, നമ്മൾ കേക്കിലെ എസെൻസ് എന്നൊക്കെ പറയാം, അതായത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരിലാണെന്നാണ് പറയുന്നത്, ഇറ്റ് ലൈസ് ഇൻ ഇറ്റ്സ് പീപ്പിൾ. അതായത് ഹ്യൂമൻ ബീയിങ്സിലാണ് ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, അതിലെ ഹ്യൂമൻ ബീയിങ്സ് ആണ് ഏറ്റവും നമ്മൾ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടവർ എന്നാണ് ഈ തിയറി പറയുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഇതെന്ത് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ പറയുന്ന പോലെ തന്നെ ഇതിനെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ഇതിനെ വൈഡ്ലി ആക്സെപ്റ്റഡ് ആയാൽ പോലും ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തവരും ഒരുപാട് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇതിൽ ക്രിട്ടിസൈസ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എക്സ്പ്ലനേഷനിലൊന്നും നമുക്കതിൻ്റെ ക്രിറ്റിസിസം തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് അത്ര മതി, ബിയോണ്ട് ദാറ്റ് ഒന്നും നമുക്ക് പോകേണ്ട കാര്യങ്ങളില്ല. ദാറ്റ് ഇസ് ഇഫ് യു ആർ ആസ്കിങ് ഇൻ അവർ ഇൻട്രാക്ഷൻ സെഷനിൽ ചോദിക്കുകയാണെങ്കിൽ ഐ വിൽ ഗിവ് ദ ക്രിറ്റിസിസം പോയിൻറ്റ്സുകൾ ഞാൻ പറഞ്ഞുതരാം. അതിന് മെയിനായിട്ട് ഇത് ക്രിട്ടിസൈസ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ നിലയ്ക്ക് അതായത് ഇങ്ങനെയാണ് പറയണത്, ഫോർ ദ ഫാക്ട് ദാറ്റ് പീപ്പിൾ ജനറലി അവോയ്ഡ് എക്സ്ട്രീംസ് എന്നാണ് പറയണത്. അത് എക്സ്ട്രീംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു എക്സ്ട്രീംസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പോൾ നമ്മളൊരു സ്കെയിൽ എടുക്കാമെന്ന് വയ്ക്കുക, നമ്മളൊരു നമ്മൾ സ്കെയിലില്ലേ വരയ്ക്കുന്ന ബുക്കിൽ, അതിൽ 2 അറ്റം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ 2 അറ്റം എടുക്കുകയാണെങ്കിൽ ഒരു മിഡ് പോയിൻ്റ് അതിനുണ്ടായിരിക്കും, 2 അറ്റങ്ങളുണ്ടായിരിക്കും. ആ 2 അറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വി ആർ കോളിംഗ് ഇറ്റ് ദ എക്സ്ട്രീംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് പറയണത് ഇങ്ങനെയാണ്, ഒരു നടുവിൽ നിൽക്കുകയാണെങ്കിൽ നമുക്കതിന് ആവറേജ് എന്ന് പറയാം. ഇനി അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് സപ്പോസ് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് സ്കെയിലിൻ്റെ അറ്റത്ത് എത്തുകയാണെങ്കിൽ നമുക്കതിനെ പറയാം എക്സ്ട്രീംലി ഗുഡ് എന്ന് പറയാം. മനസ്സിലാക്കി വയ്ക്കുക, എക്സ്ട്രീം ഗുഡ് എന്നാണ്, അതാണ് അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ സ്കെയിലിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ എക്സ്ട്രീംലി പുവർ, ഏറ്റവും വളരെ എന്താ പറയുക പുവറായിട്ട് വർക്ക് ചെയ്യുന്നവർ. അപ്പം ഈ 2 എക്സ്ട്രീംസിലേക്ക്, അപ്പോൾ ഒരു സ്കെയിൽ 2 അറ്റം, അതാണ് എക്സ്ട്രീംസ് എന്ന് പറയുന്നത്. എക്സ്ട്രീംലി ഗുഡ് എന്ന് പറഞ്ഞിട്ടും ആരും ഉണ്ടായിരിക്കില്ല, എക്സ്ട്രീംലി പുവർ എന്ന് പറഞ്ഞിട്ടും ആരും ഉണ്ടാവുന്നില്ല എന്നാണ് ഈ തിയറിയുടെ ഒരു അസംഷൻ. അതായത് എല്ലാവരും ഇൻ ബിറ്റ്വീൻ ദിസ്, ഈ ഒരു ആവറേജിൻ്റെ ഇടയിൽ കിടന്ന് ഒരു ഓർഗനൈസേഷനിലെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലവരും ഇല്ല, ഭയങ്കരമായിട്ട് ചീത്ത ആളുകളും ഇല്ല എന്നാണ് ദ അസംഷൻ ഓഫ് ദിസ് തിയറി. അതാണ് അതിൽ. അപ്പോൾ അതൊരു ക്രിറ്റിസിസം ആയിട്ടാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇതിനെ ഈ തിയറി ക്രിട്ടിസൈസ് ചെയ്യുന്നത് വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ ഇറ്റ്സ് ജനറലൈസേഷൻ ഓഫ് വർക്ക് എന്നാണ്. അതായത് എല്ലാവർക്കും ഒരേ വർക്ക് ഒരേപോലെ അവരെന്ത് ചെയ്യാം, ജനറലൈസേഷൻ എന്ന് പറഞ്ഞെങ്കിൽ എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് ചില സന്ദർഭങ്ങൾ അത് ശരിയാവില്ല, കാരണം വളരെ എക്സ്പേർട്ടൈസ് ആയിട്ടുള്ള ആളുകളുണ്ടായിരിക്കും, അവർക്ക് കൊടുക്കുന്ന വർക്കുകൾക്ക് പ്രത്യേകത ഉണ്ടായിരിക്കും, അവർക്കത് കൂടുതൽ എഫേർട്ടോ മെൻ്റൽ എഫേർട്ടോ ഫിസിക്കൽ എഫേർട്ടോ ഒക്കെ എടുത്ത് ചെയ്യേണ്ടതായിരിക്കും. പക്ഷെ അങ്ങനെ ഈ തിയറി കൺസിഡർ ചെയ്യുന്നില്ല, വർക്കിനെ അങ്ങനെ ജനറലൈസ് ചെയ്തിരിക്കുകയാണ്, എല്ലാവരും ചെയ്യുന്നത് ഒരേപോലത്തെ വർക്കൊക്കെ തന്നെയാണ് എന്നാണ് ഈ തിയറി പറയുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്.
ചെയ്യുന്നുണ്ട്. ആൻഡ് ഹ്യൂമൻ ബിഹേവിയറിനെയും എന്ത് ചെയ്തിരിക്കുകയാണ്, ജനറലൈസ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് പെരുമാറുന്നത്, അല്ലാതെ വളരെ നല്ല രീതിയിലോ അല്ലെങ്കിൽ വളരെ പൊട്ട രീതിയിലോ ആരും പെരുമാറുന്നില്ല. പക്ഷേ ഇത് റിയൽ സിറ്റുവേഷൻ അങ്ങനെയല്ല അല്ലേ. നമുക്ക് വളരെ നല്ല ആളുകളെയും കാണാൻ പറ്റും, വളരെ ചീത്ത മനുഷ്യരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ നല്ല എംപ്ലോയി ഉണ്ടായിരിക്കും, ഒട്ടും പെർഫോം ചെയ്യാത്ത എംപ്ലോയീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ 3 പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ദിസ് തിയറി ഈസ് ക്രിട്ടിസൈസ്ഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്, ഒന്ന് എക്സ്ട്രീംസുകൾ ഇല്ല എന്നുള്ളത്, അതുപോലെ തന്നെ എന്താണ് നമ്മൾ പറയുന്നത്, എന്താണ് ജനറലൈസേഷൻ ഓഫ് വർക്ക് ആൻഡ് ജനറലൈസേഷൻ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ദാറ്റ് ഈസ് നമ്മുടെ ബിഹേവിയറൽ അപ്രോച്ചിനകത്തുള്ള ദാറ്റ് ഈസ് തിയറി എക്സ് ആൻഡ് തിയറി വൈ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. നമുക്കൊന്നും അതൊന്ന് സ്കിപ്പ് ചെയ്ത് പഠിക്കാനില്ല, എല്ലാം നമുക്കതിൽ പഠിച്ചെടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇനി നമ്മുടെ ബിഹേവിയറൽ അപ്രോച്ചിൻ്റെ രണ്ടാമത് പറഞ്ഞ ആരായിരുന്നു, അബ്രഹാം മാസ്ലോ. അദ്ദേഹം ഒരു ബിഹേവിയറൽ സയൻറ്റിസ്റ്റ് തന്നെയായിരുന്നു. ഇത് നിങ്ങൾ പഠിച്ചു കാണും, നിങ്ങളുടെ പ്ലസ് ടുവിൽ നിങ്ങളത് പഠിച്ചിട്ടുള്ള ഭാഗം തന്നെ ആയിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറിനെ പറയണത് ഒന്നെങ്കിൽ മാസ്ലോസ് തിയറി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ എന്നും പറയും, അതുപോലെ തന്നെ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് തിയറി, അങ്ങനെയാണ് നമ്മളതിനെ കൂടുതൽ അറിയപ്പെടുക. ഇത് നിങ്ങളുടെ എക്കണോമിക്സിലും നിങ്ങളിത് പഠിക്കാനുണ്ടാവണം. അപ്പോൾ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് തിയറി, അങ്ങനെയാണത് കൂടുതൽ അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. ഈ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മാസ്ലോ എന്ന് പറയുമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് എന്താണ്, അബ്രഹാം മാസ്ലോ ആണ്. ഒരു ബിഹേവിയറൽ സയൻറ്റിസ്റ്റ് ആയിരുന്നു അദ്ദേഹം എന്നാണ് പറയുന്നത്. ആൻഡ് ദ മെയിൻ അസംഷൻ ബിഹൈൻഡ് ദിസ് തിയറി ഈസ് ദാറ്റ് എല്ലാ തിയറിക്കും ഒരു അസംഷൻ ഉണ്ടായിരിക്കും. എന്താണെന്നാണ് പറയണത്, അതായത് ഒരു ഇൻഡിവിജ്വൽ ഒരു പെർട്ടിക്കുലർ മൂമെൻറ്റിൽ ഹൗ എ പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ബിഹേവ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹിസ് നീഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തിയറി പറയുന്നത് എന്താണ്, ഒരു മനുഷ്യൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് എന്തിനനുസരിച്ചാണെന്നാണ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ, അതും അതിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള നീഡ് എന്താണ് അതനുസരിച്ചിട്ടായിരിക്കും ഒരു മനുഷ്യൻ പെരുമാറുക, ബിഹേവിയറിൽ നമ്മൾ പഠിക്കുന്നത് എന്നാണ് അബ്രഹാം മാസ്ലോ പറയുന്നത്. ക്ലിയർ ആയിരുന്നുണ്ട്? അപ്പോൾ ക്ലിയർ ആയിട്ട് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. That is the assumption that the theory works on the assumption that the behavior that is the behavior of humans അല്ലെങ്കിൽ behavior of individual at a particular moment is usually determined by, അത് തീരുമാനിക്കുന്നത് എന്താണെന്നാണ് പറയുന്നത്, by their strongest need. അത് ഏറ്റവും ആവശ്യം, നമുക്ക് ഓരോരോ ആവശ്യങ്ങളുണ്ടാവും അല്ലേ, പ്രയോറിറ്റീസ് ഉണ്ടാവും നമുക്ക് ഓരോ നീഡ്സിനും അല്ലേ. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോ അല്ലേ പെട്ടെന്ന് നടത്തേണ്ട, ചിലപ്പോൾ ഇന്ന് തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടായിരിക്കും. ഇന്ന് ചെയ്തില്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ, വി ക്യാൻ ഡു ടുമാറോ എന്ന് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടായിരിക്കും അല്ലേ. ആഫ്റ്റർ 1 വീക്ക് കഴിഞ്ഞ് ചെയ്യാവുന്ന കാര്യങ്ങൾ, അങ്ങനെ നമുക്ക് പ്രയോറിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് ആ ഒരു അവസരത്തിൽ എന്തായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന രീതിയിലായിരിക്കും ഒരു ഹ്യൂമൻ ബിഹേവ് ചെയ്യാന്നാണ് ഈ തിയറിയുടെ ഒരു അസംഷൻ എന്ന് പറയുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു മാസ്ലോവിനനുസരിച്ച് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹം കൂടുതൽ ഹ്യൂമൻ നീഡ്സ് ആണെന്ന്, അതാണ് അപ്പോൾ അതിൻ്റെ മെയിൻ കോർ എന്ന് പറയുന്നത്. ഹ്യൂമൻ നീഡ്സിനെ കുറിച്ചിട്ട് അദ്ദേഹം ഒരു ക്ലാസിഫിക്കേഷനൊക്കെ അദ്ദേഹം നടത്തിയെന്നാണ് പറയുന്നത്. ആൻഡ് ഹ്യൂമൻ നീഡ്സ് അറേഞ്ച് ദംസെൽസ് ഇൻ ദ ഫോം ഓഫ് എ ഹൈറാർക്കി. എന്നിട്ട് അദ്ദേഹം ഈ ഹ്യൂമൻ നീഡ്സിനെ ഒരു ഹൈറാർക്കിക്കൽ ഫോമിൽ, എന്താണ് ഹൈറാർക്കി എന്ന് പറഞ്ഞെങ്കിൽ, നമ്മൾ അല്ലേ ഫസ്റ്റ് ടോപ്പിൽ നിന്ന് കുറച്ച് അവിടുന്ന് പിന്നെ വന്നു താഴത്ത്, അങ്ങനെ ലാസ്റ്റ് ബോട്ടം ലെവലിലേക്ക് വരെ എത്താം. അതിനെയാണ് നമ്മൾ ഹൈറാർക്കി എന്ന് പറയാം. ആൻഡ് യു ക്യാൻ ഫൈൻഡ് എ പിക്ചർ ഓൺ യുവർ ടെക്സ്റ്റ് ബുക്കിനകത്തൊരു പിക്ചർ കാണാം. ഐ വിൽ ഷോ എ സ്ലൈഡ് ഓഫ് ഇറ്റ്. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ സ്ലൈഡ് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരുന്നുണ്ട് ടെക്സ്റ്റിൽ തന്നെ. അല്ലെങ്കിൽ ഇഷ്ടം പോലെ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് തിയറി എന്ന് അടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ യു വിൽ കിട്ടും. അപ്പോൾ ഇത് എനിക്ക് പറയാനുള്ളത്, വെൻ യു ആർ റൈറ്റിംഗ്, ഒരു ക്വസ്റ്റ്യനൊക്കെ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ചോദിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ദാറ്റ് ഈസ് ഫിഗർ എന്താണ് ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, അതായത് ഫിഗർ നിങ്ങളവിടെ കൃത്യമായിട്ട് കാണിച്ചിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ ടീച്ചർക്ക് അറിയാം, ഈ കുട്ടിക്ക് അറിയാം കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്കൊന്നും അവർ പോകാനായിട്ട് പോകുന്നില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് പിക്ചറൈസേഷൻ നടത്തിയിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് ഐ വിൽ ഷോ എ സ്ലൈഡ് ഓഫ് ഇറ്റ് എന്നുള്ളത് കാര്യം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ നീഡ്സിന്, അപ്പോൾ നീഡ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഹൈറാർക്കിക്കലി അദ്ദേഹം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അറേഞ്ച് ചെയ്തതനുസരിച്ചിട്ട് എന്താണെന്നാണ് പറയുന്നത്, ദാറ്റ് ഇസ് ഒരു 5 നീഡ്സാണ് ഒരു ഹ്യൂമണിന് ഉണ്ടാകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് ഫിസിയോളജിക്കൽ നീഡ്സ് ഉണ്ട്, പിന്നെ സേഫ്റ്റി നീഡ്സ് ഉണ്ട്, സോഷ്യൽ നീഡ്സ് ഉണ്ട്, സെൽഫ് എസ്റ്റീം നീഡ്സ് ഉണ്ട്, എസ്റ്റീം നീഡ്സ് ഉണ്ട്, ആൻഡ് ദ 5th വൺ ഈസ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ഇങ്ങനെ 5 നീഡ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് ഈസ് ഫിസിയോളജിക്കൽ നീഡ്സ്, സെക്കൻഡ് ഈസ് സോഷ്യൽ നീഡ്സ്, തേർഡ് ഈസ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ തെറ്റി. ഫസ്റ്റ് ഈസ് ഫിസിയോളജിക്കൽ നീഡ്സ്, പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്, സേഫ്റ്റി നീഡ്സ്, തേർഡ് ഈസ് സോഷ്യൽ നീഡ്സ്, ഫോർത്ത് ഈസ് എസ്റ്റീം നീഡ്സ്, ആൻഡ് ദി 5th ഈസ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ഇങ്ങനെ 5 നീഡ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് ഓരോ നീഡ്സുകളും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്.
അതിൽ ഫസ്റ്റ് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് എന്താണ് ഈ ഫിസിയോളജിക്കൽ നീഡ്സ്? അതായത് നമ്മുടെ വിശപ്പ്, ദാഹം, താമസിക്കാനുള്ള സ്ഥലം, നമ്മുടെ വസ്ത്രം, ഇതൊക്കെ നമ്മുടെ ഫിസിക്കൽ നീഡ്സ് ആണ്. നമ്മൾ ആദ്യം നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യല്ലേ. നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ നമ്മൾ കുറച്ച് നടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഉടനടി നമ്മൾ നോക്കുക, ഓക്കെ നടന്ന് വന്ന വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഓടിച്ചെന്ന് കുളിക്കുമെന്നല്ലേ വന്ന വെച്ചാൽ നമ്മൾ ഇരുന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. നമ്മൾ അത്രയും തേഴ്സ്റ്റി ആയിരിക്കും, അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കും. അല്ലെങ്കിൽ വിശക്കുണ്ട്, ഏറ്റവും ആദ്യം വിശക്കുണ്ട് എന്നാൽ ഞാൻ ആദ്യം പോയിട്ടൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് വന്നിട്ട് കഴിക്കാമെന്നല്ല, നമ്മൾ ആദ്യം ഇന്നത്തെ ഒരു സിറ്റുവേഷനിലല്ല, ഇന്നത്തെ സിറ്റുവേഷനിൽ നമ്മൾ കുളിച്ചിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഡ്യൂ ടു ദിസ് പാൻഡമിക് ആണ് കേട്ടോ. അപ്പോൾ അത് ഇപ്പോഴത്തെ ഇതിലല്ല ഞാൻ പറയുന്നത്. സാധാരണ രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് എന്തെങ്കിലും എടുത്തേ അമ്മേ എനിക്ക് വിശന്നിട്ട് വയ്യാന്നാണ് നമ്മൾ പറയാമല്ലേ. അപ്പോൾ നമ്മൾ എടുത്ത് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച ശേഷം ഒന്ന് ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ വി വിൽ ഡു അവർ നെക്സ്റ്റ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ബേസിക് നീഡ്സ് ഓഫ് ഹങ്കർ, തേഴ്സ്റ്റ്, ഷെൽട്ടർ, സെക്സ് ആൻഡ് അതർ ബോഡി നീഡ്സ്, നമ്മുടെ ശരീരത്തിൻ്റെ ചില ആവശ്യങ്ങൾ, അതാണ് ദാറ്റ് ഈസ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഫസ്റ്റ് കാറ്റഗറൈസ് ആ നീഡിനെ നമ്മൾ ലോ നീഡ് എന്നാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്, ലോ നീഡ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേഫ്റ്റി നീഡ്സ് ആണ്. സെക്കൻഡ് സേഫ്റ്റി നീഡ്സിൽ പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്, ദ നീഡ് ടു ബി ഫ്രീ ഓഫ് ഫിയർ ഓഫ് ഫിസിക്കൽ ഡേഞ്ചർ. അതായത് നമുക്കൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവരുത്, നമുക്ക് എന്തെങ്കിലും ഫിസിക്കൽ ഡേഞ്ചർ, നമുക്ക് അപകടം ഉണ്ടാകുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഒരു പേടി ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ ഈ കൊറോണ കാലത്ത് നമുക്ക് ഭയങ്കര ഇതാണ് അല്ലേ, ഫിയർ ഉണ്ട്. അതായത് നമ്മളധികം ഇറങ്ങി നടക്കുന്നില്ല, വി ആർ യൂസിങ് ദ മാസ്ക് യൂസ് ചെയ്യുന്നു, വി ആർ സാനിറ്റൈസിങ് അവർ ഹാൻഡ്സ് സാനിറ്റൈസ് ചെയ്യുന്നു, ആൻഡ് ദാറ്റ് വി ആർ നോട്ട് ഗോയിങ് ഔട്ട്സൈഡ്, ഭയങ്കരമായിട്ട് സോഷ്യൽ ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യുന്നു. അപ്പോൾ അത് നമ്മുടെ ഒരു ശരിക്കും പറയുന്നത് നമ്മുടെ സേഫ്റ്റി നീഡ്സ് ആണ്. നല്ലൊരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ആൻഡ് ഡിപ്രിവിയേഷൻ ഓഫ് ദി ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ്. അതായത് നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്സ് മീറ്റ് ചെയ്താൽ അതൊന്നൊരു വിത്ഡ്രോവൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് അറൈസ് ചെയ്യുന്ന നീഡ് എന്ന് പറഞ്ഞെങ്കിൽ ദാറ്റ് ഈസ് സേഫ്റ്റി നീഡ്സ് എന്നാണ് ആര് പറയുന്നത്, ദാറ്റ് ഈസ് മാസ്ലോ പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നതാണ് സോഷ്യൽ നീഡ്സ്. അപ്പോൾ നമ്മൾ ഏകദേശം നമുക്ക് വിശപ്പൊക്കെ മാറി നമ്മളൊരു സുരക്ഷിത വലയത്തിലൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വി തിങ്ക് അബൌട്ട് ദി സോഷ്യൽ നീഡ്സ് ആണ്. സോഷ്യൽ നീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീഡ് ടു ബിലോങ് ടു, ഒരു സൊസൈറ്റിയിൽ ബിലോങ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, അവരെന്ത് വിചാരിക്കും, അവർ വിചാരിക്കും അയൽവക്കാർ എന്ത്, അത് നമ്മുടെ ഒരു സൊസൈറ്റി നീഡ്സ് ആണ്. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാത്ത രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മളോട് തന്നെ നമ്മുടെ അമ്മയും അച്ഛനൊക്കെ പറയും ഒന്നും മിണ്ടാതിരുന്നേ, എന്താ അപ്പുറമുള്ളവരൊക്കെ കേൾക്കും. നല്ല രീതിയിൽ നമ്മൾ എല്ലാം ഉറക്കിയൊക്കെ ഷൗട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു നമ്മൾ സൊസൈറ്റീനെ മാനിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്, അത് നമുക്ക് ആവശ്യമാണ് താനും. നീഡ്സ് ടു ബിലോങ് ടു ബി ആൻഡ് ആക്സെപ്റ്റഡ് ബൈ വേരിയസ് ഗ്രൂപ്പ്സ്. അതായത് സൊസൈറ്റിയിലുള്ള പല ഗ്രൂപ്പ്സുകളുണ്ട്, അവരെ നമ്മൾ ദാറ്റ് ഈസ് ഞാൻ എന്നൊരു വ്യക്തി അവിടെ ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, ദാറ്റ് ഈസ് അവർ ആക്സെപ്റ്റ് ചെയ്യണം. അതാണ് നമ്മുടെ സോഷ്യൽ നീഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ആഫ്റ്റർ ദി സോഷ്യൽ നീഡ്സ് കംസ് ദി എസ്റ്റീം നീഡ്സ് എന്നാണ് പറയുന്നത്. എസ്റ്റീം കുറച്ച് പ്രൈഡിലല്ല നമ്മൾ പറയുകയാണ്. എസ്റ്റീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ദാറ്റ് ഈസ് നീഡ് ഫോർ ബോത്ത് സെൽഫ് എസ്റ്റീം ആൻഡ് എക്സ്റ്റേണൽ എസ്റ്റീം. അതിനെ രണ്ടാക്കി നമുക്ക് തിരിക്കാം. സെൽഫ് എസ്റ്റീമുണ്ട്, എക്സ്റ്റേണൽ എസ്റ്റീമുണ്ട്. ഈ സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ സ്വയം ഒരു റെസ്പെക്റ്റ് തോന്നാം, സെൽഫ് റെസ്പെക്റ്റ് തോന്നാം, നമ്മുടെ ഓട്ടോണമി, നമുക്ക് നമ്മളുടെ തന്നെ കാര്യങ്ങൾ നമുക്കൊരു സെൽഫായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാം. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അച്ചീവ് ചെയ്യണം ചില കാര്യങ്ങൾ, ചില ആവശ്യങ്ങൾ റൈസ് ചെയ്യുന്നതാണ് പറയുന്നത്. ആ നീഡ്സിനെയാണ് എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ എസ്റ്റീം എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്കെ ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ഹാവ് ടു ബി റെക്കഗ്നൈസ്ഡ് ബൈ അതേഴ്സ്, എന്നെ മറ്റുള്ളവർ തിരിച്ചറിയണം, എന്നെ അല്ലാതെ ഞാൻ ചെയ്യുന്ന കാര്യം ആരും അറിയാതെ പോയിരുന്നൊന്നല്ല. സാധാരണ നോർമൽ പേഴ്സൺസ് ഒക്കെ വിചാരിക്കുക എന്നെ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യണം, എന്നെ മാനിക്കണം, എനിക്ക് സ്റ്റാറ്റസ് തരണം, എനിക്ക് അറ്റൻഷൻ തരണം അല്ലേ. അപ്പോൾ അതാണ് മനുഷ്യൻ്റെ ഫോർത്ത് നീഡ് എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത്. And after the esteem needs comes the self-actualization needs. അതാണ് ഈ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറഞ്ഞെങ്കിൽ അതായത് ദാറ്റ് ഈസ് ഡൂയിങ് ഓൾ ദേ ആർ കേപ്പബിൾ ഓഫ്. ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക, അതാണ് ദാറ്റ് ഈസ് സെൽഫ് ആക്ച്വലൈസേഷൻ. നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പറ്റാവുന്ന നമ്മുടെ പൊട്ടൻഷ്യാലിറ്റീസ് എല്ലാം എടുത്തുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക, അതാണ് നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറയുന്നത്. ദ നീഡ് ടു മാക്സിമൈസ് വൺസ് പൊട്ടൻഷ്യൽ വാട്ട് എവർ ഇറ്റ് മേ ബി, എന്തോ ആയിക്കോട്ടെ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ പദവി, പണം, നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈഡ് ആയി, നമ്മുടെ ദാറ്റ് ഈസ് നമ്മുടെ എന്താണ് രണ്ടാമത്തെ നീഡ് എന്തായിരുന്നു, സേഫ്റ്റി നീഡ്സ് സാറ്റിസ്ഫൈഡ് ആയി, സോഷ്യൽ നീഡ്സുകൾ വന്നു, സെൽഫ് എസ്റ്റീം നീഡ്സുകൾ അതായത് എസ്റ്റീം നീഡ്സുകൾ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുക നമ്മളെ കൊണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ചെയ്യാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറയുന്നത്. ഫുൾ പേഴ്സണൽ പൊട്ടൻഷ്യൽ ഈസ് അച്ചീവ്, നമ്മൾ ഫുൾ പൊട്ടൻഷ്യാലിറ്റിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതാണ് 5 നീഡ്സ് എബ്രഹാം മാസ്ലോ പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. അത് ഞാൻ പറയുകയാണെങ്കിൽ ഇത് വൺസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് മറക്കാൻ പാടില്ല. ഈ നീഡ്സുകളെല്ലാം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും ഇൻ ദ ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കണം. ഇനി എന്താണെന്നാണ് പറയുന്നത്, ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു
ഈ തിയറി അനുസരിച്ച് പറയണത് ഇങ്ങനെയാണെന്നാണ് പറയണത്. ദാറ്റ് ഈസ് അറ്റ് ഈച്ച് ലെവൽ ഓഫ് നീഡ്സ് ഗെറ്റ് സബ്സ്റ്റൻഷ്യലി സാറ്റിസ്ഫൈഡ് ദ ഇൻഡിവിജ്വൽ വിൽ മൂവ് അപ്പ് ദി സ്റ്റെപ്സ് ഓഫ് ദി ഹൈറാർക്കി. അപ്പോൾ ഇതൊരു ലാഡർ പോലെയാണ്. അതായത് ഞാൻ പറയാം ഏറ്റവും ലോയിൽ കിടക്കുന്ന നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്സ്. അപ്പോൾ ഇതൊരു ലാഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയായിരിക്കും കിടക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇതിലേക്ക് അതായത് ഏറ്റവും താഴത്തെ സ്റ്റെപ്പാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഫിസിയോളജിക്കൽ നീഡ്സ്. ഇതുമ്പോൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മുടെ സേഫ്റ്റി നീഡ്സ് നമുക്ക് കയറും. സേഫ്റ്റി നീഡ്സ് കയറി കഴിഞ്ഞാൽ നെക്സ്റ്റ് നിൽക്കുന്നത് സോഷ്യൽ നീഡ്സ് ആണ്. അതിലേക്ക് കയറും. ദാറ്റ് ഇസ് ലാഡറിലെ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കും. സോഷ്യൽ നീഡ്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ എസ്റ്റീം നീഡ്സിലേക്ക് കയറും. എസ്റ്റീം നീഡ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സിലേക്ക് കയറും. അപ്പോൾ അതാണ് പറയണത്. ഒരു നീഡ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ മൂവ് ടു ദ നെക്സ്റ്റ് നീഡിലേക്ക് ഇൻ ദ ഹൈറാർക്കിക്കൽ ഓർഡറിൽ തന്നെ മൂവ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു പറയുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വൈൽ ഡിസ്കസിങ് ദ പ്രീപോണ്ടറൻസ് ഓഫ് വൺ കാറ്റഗറി ഓഫ് നീഡ് ഓവർ അനദർ മാസ്ലോ ഹാസ് ബീൻ കെയർഫുൾ ടു മെൻഷൻ ദി അസംഷൻ ദാറ്റ്. അതായത് ഇതിൻ്റെ ഒരു ഓരോ നീഡിൻ്റെയും നമുക്ക് ഓരോ നീഡ് നമ്മൾ ഓരോ സമയങ്ങളിൽ എന്ത് ചെയ്യും ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഡോമിനേറ്റ് ചെയ്യുന്ന നമ്മുടെ മേലിങ്ങനെ ഡോമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്താണ് ഇപ്പോൾ അതിൻ്റെ മലയാളം മീനിങ് പറയാം. ആ സമയത്ത് അതായിരിക്കും നമ്മുടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓരോ സമയത്തും ഓരോ കാറ്റഗറി ഓഫ് നീഡ്സ് നമ്മൾ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന സമയത്തും മാസ്ലോ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇഫ് വൺ ലെവൽ നീഡ്സ് ഹാസ് ബീൻ സം വാട്ട് ഗ്രാറ്റിഫൈഡ് അതർ നീഡ്സ് എമേർജ് ആസ് എ ഡോമിനൻറ്റ്. അതായത് നമ്മുടെ ഓരോ നീഡ്സുകളും പതുക്കെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് നമ്മുടെ ഫസ്റ്റ് നീഡ്സ് ഫിസിയോളജിക്കൽ നീഡ്സ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിലേക്ക് ഏത് നീഡ് വരുന്നതാണ് പറയുന്നത്. ദാറ്റ് ഈസ് സേഫ്റ്റി നീഡ് കടന്നു വന്നിരിക്കും. മാസ്ലോയുടെ തിയറി പറയുന്നത് അങ്ങനെയാണ്. സേഫ്റ്റി നീഡ്സ് ഒക്കെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ അതിൻ്റെ മുകളിൽ എങ്ങനെ വരും സോഷ്യൽ നീഡ് വരും. സോഷ്യൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എസ്റ്റീം നീഡ്സ് വരും. എസ്റ്റീം നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്താൽ പിന്നെ ഡോമിനൻ്റ് എന്ന് പറയുന്നത് പിന്നെ മുൻപന്തിയിൽ പിന്നെ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് ആരായിരിക്കും ആക്ച്വലൈസേഷൻ നീഡായിരിക്കും. അപ്പോൾ അദ്ദേഹം അതാണെന്നാണ് പറയുന്നത്. ആൻഡ് ദിസ് ഇംപ്ലൈസ് ദാറ്റ് എന്നിട്ട് അതിൽ കുറച്ചുകൂടി കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ടത്. പറയുന്നത് ഇങ്ങനെയാണ്. One level of needs need not be completely satisfied before the next level emerges as the most important. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്. This implies that one level of needs need not be completely satisfied before the next level emerges as the important എന്നാണ്. അതായത് അത് ഒരു ലെവൽ നമ്മുടെ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ചെയ്യണമെന്നൊന്നുമില്ല. നെക്സ്റ്റ് ലെവൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതിന് മുമ്പ് അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. നമ്മൾ ഏകദേശം നമ്മൾ സാറ്റിസ്ഫൈ ആയി അത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയെങ്കിൽ പോലും അടുത്ത നീഡ് ഡോമിനൻറ്റ് പൊസിഷനിലേക്ക് വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ദ എസംഷൻസ് ഓഫ് ദിസ് തിയറി ആർ ആസ് ഫോളോസ്. അപ്പോൾ ഈ തിയറിക്കും ചില എസംഷൻസ് ഉണ്ട്. ചില മുൻധാരണകൾ പ്രകാരമാണ് ഈ തിയറി ശരിയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അതായത് പറയുന്നത് ഇങ്ങനെയാണ്. First assumption is that as soon as a need has been satisfied, there is a decline in its motivational role. അതായത് നമ്മുടെ ഫസ്റ്റ് നീഡ് ഫിസിയോളജിക്കലാണ് അല്ലേ. ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മേലെ അതിന് അത്ര വലിയ എന്ത് ചെയ്യാൻ പറ്റില്ല മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കത് സാറ്റിസ്ഫൈഡ് ആയി. ഇനി നമുക്കതിൽ അത്ര വലിയ താല്പര്യമില്ല. പിന്നെ നമ്മൾ അടുത്ത നീഡിലേക്ക് ചാടുകയാണ്. അതാണ് പറയുന്നത്. അപ്പോൾ അതാണ് പറയുന്നത് ആ ഒരു നീഡ് ഏകദേശമൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ അതായത് നമുക്ക് വിശപ്പ് ഏകദേശം തീർന്നു അല്ലേ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വന്ന വശം വെള്ളം നന്നായി കുടിച്ചു. പിന്നെ വെള്ളം കാണുമ്പോൾ നമുക്ക് അത്ര ആർത്തിയുണ്ടോ ഇല്ല. നമ്മൾ അത്യാവശ്യം വയറ് നിറയൊക്കെ ഭക്ഷണം കഴിച്ചു. നമ്മൾ ആ നീഡ് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ എത്ര ഭക്ഷണം കൊണ്ടുവച്ചാലും നമ്മളത് ശ്രദ്ധിക്കില്ല. വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഇല്ല നമ്മളതിനെ ശ്രദ്ധിക്കില്ല. അപ്പോൾ അതാണ് ആ എക്സാമ്പിൾ ഓർത്താൽ മതി. അപ്പോൾ അതാണ് അതിൻ്റെ ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് അസംഷൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ ജനറൽ ദ ലോവർ നീഡ്സ് ഹാവ് ടു ബി സാറ്റിസ്ഫൈഡ് ബിഫോർ ഹയർ ലെവൽ നീഡ്സ് ആർ ആക്ടിവേറ്റഡ് സഫിഷ്യൻ്റ്ലി ടു ഡ്രൈവ് ബിഹേവിയർ. പിന്നെ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോവർ നീഡ്സുകൾ ഉണ്ടാവില്ലേ ആ ലോവർ നീഡ്സുകൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഒരുവിധം നന്നായി സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് പിന്നത്തെ നീഡ് നമുക്ക് കറക്റ്റ് ഒരു ഡോമിനൻറ്റ് പൊസിഷനിലേക്ക് എത്തുള്ളൂ എന്നാണ് പറയുന്നത്. എത്തിക്കൊണ്ട് നമ്മുടെ ബിഹേവിയറിന് അത് എന്ത് ചെയ്യുള്ളൂ നമ്മുടെ ഇൻഫ്ലുവൻസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇല്ല നമ്മുടെ ആ ബേസിക് നീഡ് അതായത് നമുക്കിപ്പോൾ ഒരു എന്താണ് ഒരു നമുക്കൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് തോന്നുകയാണ്. പക്ഷേ പെട്ടെന്ന് നമുക്ക് അത്ര വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിയുന്ന ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാനായിട്ട് നോക്കും അല്ലേ. എന്നിട്ട് അപ്പോൾ അത് അത്രയും ചെയ്താൽ മാത്രമാണ് എന്തെന്നാണ് പറയുന്നത് നമ്മുടെ ആ ബിഹേവിയറിന് അത് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ലോവർ ലെവൽ നീഡ്സ് ഹാവ് ടു ബി സാറ്റിസ്ഫൈഡ്. അത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം ബിഫോർ ഹയർ ലെവൽ നീഡ്സ് ആർ ആക്ടിവേറ്റഡ്. നമ്മുടെ ഹയർ ലെവൽ നീഡ്സുകൾ അതായത് അത് ആക്ടിവേറ്റ് ആവുന്നതിന് മുമ്പ് അത് പ്രവർത്തിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ലോവർ ലെവൽ നീഡ്സുകൾ സാറ്റിസ്ഫൈ ചെയ്ത് പോകേണ്ടതാണ്. എന്നാലാണ് അതുകൊണ്ട് ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുള്ളൂ എന്നാണ്. ദാറ്റ് ഇസ് ദ സെക്കൻഡ് അസംഷൻ ഓഫ് ദിസ് തിയറി. ആൻഡ് ദ തേർഡ് അസംഷൻ ഇസ് ദാറ്റ് there are more ways of satisfying the higher level needs as compared to lower level needs. അതായത് ഹയർ ലെവൽ നീഡ്സുകൾ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്.
മനസ്സിലാക്കുന്നുണ്ട്. ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അത്രയധികം വേസ് എന്തിനില്ല, നമ്മുടെ ലോവർ ലെവൽ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടില്ല. അതും ഇതിൻ്റെ ഒരു അസംഷനാണ്. അപ്പോൾ നമ്മളിനി പഠിച്ച് വരുമ്പോൾ പഠിക്കും ഏതൊക്കെയാണ് ലോവർ ലെവൽ നീഡ്സ്. 5 നീഡ്സ് പറഞ്ഞാൽ വിചാർ ദ ലോവർ ലെവൽ നീഡ്സ് എന്നും വിചാർ ദ ഹയർ ലെവൽ നീഡ്സ് എന്നും നമ്മൾ പഠിക്കും. അപ്പോൾ ഹയർ ലെവൽ, അതായത് സെൽഫ് ആക്ച്വലൈസേഷനൊക്കെ ഹയറിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ അച്ചീവ് ചെയ്യാൻ നമ്മുടെ മുന്നിൽ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ടായിരിക്കും. വിശപ്പിന് ഭക്ഷണം തന്നെയുള്ളൂ, വേറെ മാർഗ്ഗം ഉണ്ടോ? ദാഹിക്കുന്നതിന് വെള്ളം തന്നെയുള്ളൂ. ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ വീട്, നമുക്കൊരു കാറ്റും മഴയും കൊള്ളാത്തൊരു സംഭവം വേണം, അതല്ലാതെ വേറെ ഓപ്ഷൻസുകളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ വേസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. മറ്റേതിന് ഒരുപാട് വഴികളുണ്ടാകും. അപ്പോൾ ഈ 3 അസംഷൻസിൻ്റെ പുറത്താണ് നമ്മുടെ എബ്രഹാം മാസ്ലോയുടെ ദാറ്റ് ഈസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് തിയറി ചെയ്യുന്നത്. ഇനി ഈ തിയറിനെ നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുകയാണ്. ദാറ്റ് ഇസ് വി ആർ ഗോയിങ് ടു ഇവാലുവേറ്റ് ദിസ് തിയറി. അതായത് ഈ തിയറിയിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം നമ്മൾ നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുള്ള ഒരു തിയറി തന്നെയാണെന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹം വെച്ച ഹൈപ്പോത്തിസിസ്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് അതിനെ ദാറ്റ് ഈസ് അതിനെ പ്രൂവ് ചെയ്യാണ് ഉണ്ടായത്. ആ ഹൈപ്പോത്തിസിന് വളരെയധികം സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയണത്. ദാറ്റ് ഈസ് എന്താണ്, ഏതിനാണ് കിട്ടിയത്? അതായത് മനുഷ്യൻ്റെ നീഡ്സ് എന്ന് പറയുന്നത് ഒരു ഹൈറാർക്കി തന്നെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലേ. അപ്പോൾ അതിനെ എല്ലാവരും അംഗീകരിച്ചു എന്നാണ് പറയുന്നത്. ആൻഡ് ദ മാൻസ് നീഡ്സ് ആർ നെവർ ഫുള്ളി സാറ്റിസ്ഫൈഡ്. കറക്റ്റാണ് അല്ലേ. ഒരു മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. നമുക്കൊരു കാര്യം കിട്ടിയാൽ നെക്സ്റ്റ് വേണം, ഒരെണ്ണം കിട്ടിയാൽ നെക്സ്റ്റ് വേണം, അടുത്ത് കിട്ടിയാൽ അടുത്ത് വേണം. അപ്പോൾ അത് ആ ഒരു അസംഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, വൈഡ്ലി ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദ തിയറി ഓൾസോ ഐഡൻറ്റിഫൈസ് the types of behaviors which will help fulfill various needs of human beings. അപ്പോൾ അതായത് ഈ തിയറി നമുക്കൊരു കാര്യം കൂടി കാണിച്ചു തരുന്നുണ്ട്. അതായത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ പല ആവശ്യങ്ങളും നിറവേറ്റാനായിട്ട് പല തരത്തിലുള്ള ബിഹേവിയറുകളുണ്ട് എന്നുള്ളതും ഈ തിയറി നമുക്ക് പറഞ്ഞു തരുന്നുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു മാസ്ലോ, സാറ്റിസ്ഫാക്ഷൻ ഓഫ് ലോവർ ലെവൽ നീഡ്സ്. അപ്പോൾ ലോവർ ലെവൽ നീഡ്സ് എന്താണെന്ന് നമ്മളിവിടെ പറയാൻ പോവാണ് കേട്ടോ. അതിൽ ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, സോഷ്യൽ നീഡ്സ്, ഇത് 3 ലോവർ ലെവൽ നീഡ്സ് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. ക്ലിയർ? ആൻഡ് ആ നീഡ്സുകൾ ദാറ്റ് ഈസ് ഒരു മനുഷ്യനെ ഹെൽപ്പ് ചെയ്യുന്നത് ഹെൽത്തി ആയിരിക്കാനാണ്. നന്നായി ഭക്ഷണം കഴിക്കുക, നമ്മൾ അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിരിക്കുക, അതുപോലെ തന്നെ നമുക്ക് സൊസൈറ്റിയുടെ ഒരു ഭാഗമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ സുരക്ഷ ഫീൽ ചെയ്യും അല്ലേ. അപ്പോൾ അത് ഒരു മനുഷ്യനെ ഹെൽത്തി ആക്കാനായിട്ട് സഹായിക്കുന്നു എന്നും. ഹയർ ലെവൽ നീഡ്സ് ഏതായിരിക്കും? അപ്പോൾ ബാക്കി 2 ദാറ്റ് ഈസ് എസ്റ്റീം നീഡ്സും സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സും. അത് 2 എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, ഹെൽപ്പ് ദ പേഴ്സൺ ഗ്രോ ഇൻ ടു എ പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ്. ആ 2 നീഡ്സും ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ 3 നീഡ്സ് അയാളെ ഹെൽത്തി ആക്കാനും, അവസാനം ദാറ്റ് ഈസ് ടോപ്പിൽ നിൽക്കുന്ന 2 നീഡ്സുകൾ അയാളെ ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ് ആക്കാനും സഹായിക്കുന്നുണ്ടെന്നാണ് ഈ ഒരു തിയറിയുടെ ഇവാലുവേഷൻ നടത്തിയിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് വൈഡ്ലി ആക്സെപ്റ്റഡ് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഒരു കാര്യം ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യുന്നവർക്ക് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നീഡ്സിൻ്റെ ഒറിജിനെ കുറിച്ചിട്ട് വളരെ ഡൗട്ട്സ് ഉണ്ട്. എവിടെ നിന്നാണ് ഈ നീഡ്സ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ഇൻഫോർമേഷനും മാസ്ലോന് തരാൻ സാധിച്ചിട്ടില്ല. അത് അതിൻ്റെ ഒരു ക്രിട്ടിസിസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കാര്യമായിട്ട് നമുക്ക് പറയാം. ദർ ഇസ് നോ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ, ഒരു കംപ്ലീറ്റ് ഇൻഫോർമേഷനും ഇല്ല എന്നാണ് പറയുന്നത് ഓൺ ദ ഒറിജിൻ ഓഫ് ദീസ് നീഡ്സ്. എങ്ങനെ ഈ നീഡ്സ് ഉണ്ടാകുന്നു, എവിടെ നിന്നാണത് ഡിറൈവ് ചെയ്ത് വരുന്നതിനെ കുറിച്ചിട്ട് അധികം ഇൻഫോർമേഷൻസ് ഒന്നും ഇദ്ദേഹത്തിന് തരാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതിൻ്റെ സെക്കൻഡ് ഇവാലുവേഷൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആണ്. ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, അതിൻ്റെ ഒരു വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം യൂണിവേഴ്സലി അപ്ലൈ എന്ന ഒരു തിയറിയാണെന്നാണ് പറയുന്നത്. പക്ഷേ അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ദാറ്റ് ദിസ് തിയറി ഈസ് ബേസ്ഡ് ഓൺലി ഓൺ ദി US കൾച്ചറൽ വാല്യൂസ്. എല്ലാ രാജ്യങ്ങൾക്കും ഇത് നന്നായി യൂസ് ചെയ്യാൻ പറ്റില്ല. US അതായത് അമേരിക്കയിൽ ഇത് നന്നായി യൂസ് ചെയ്യാം, അല്ലാതെ എല്ലാ സ്ഥലത്തൊന്നും ക്രിട്ടിസൈസ് ചെയ്യുന്നവർ പറയുന്നതാണ് അമേരിക്കൻ കൾച്ചറിൽ ഇറ്റ്സ് ഓക്കെ, ദിസ് തിയറി ഈസ് ഓക്കെ എന്നാണ് പറയുന്നത്. അതിന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഹൈറാർക്കി ഓഫ് നീഡ്സ് നമുക്ക് പറഞ്ഞു തന്നില്ലേ, അത് കൾച്ചർ ടു കൾച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇന്ത്യൻ കൾച്ചറിൽ ഈ നീഡ് ഹൈറാർക്കി എന്ന് പറയുന്നത് വിൽ ബി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദി UK ആൻഡ് ഇറ്റ് വിൽ ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദി US. അപ്പോൾ ഓരോ കൾച്ചർ അനുസരിച്ചും ഈ നീഡ് ഹൈറാർക്കി എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കും എന്നാണ് ദാറ്റ് ഈസ് അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നവർ പറയുന്നത്. ക്ലിയർ? അപ്പോൾ അതും അതിൻ്റെ ഒരു 1 ഓഫ് ദി ക്രിറ്റിസിസം ആയിട്ട് നമുക്ക് കരുതാവുന്ന കാര്യമാണ്. ഇനി പറയണത് എന്താണ്, നെക്സ്റ്റ് പറയണത്, റിസർച്ച് ഹാസ് ഇൻഡിക്കേറ്റഡ് ദാറ്റ് ടോപ്പ് മാനേജേഴ്സ് ആർ മോർ ഏബിൾ ടു സാറ്റിസ്ഫൈ ദെയർ ഹയർ ലെവൽ നീഡ്സ്. അതായത് ഒരു ഓർഗനൈസേഷനിലെ ടോപ്പ് മാനേജേഴ്സ് ഉണ്ടായിരിക്കും, ലോവർ ലെവൽ മാനേജേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിലെ ടോപ്പ് മാനേജേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്, ഈ പറയുന്ന ഹയർ ലെവൽ നീഡ്സുകൾ നമ്മുടെ എസ്റ്റീം നീഡ്സും സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സും വളരെ പെട്ടെന്ന് തന്നെ സാറ്റിസ്ഫൈ ചെയ്യാം. കാരണം അവരുടെ കയ്യിൽ കുറച്ചും കൂടിയും ഹൈ പെയ്ഡ് ആയിട്ടുള്ള ആളുകളാണ്, ഹൈ ഇൻകം ഗ്രൂപ്പാണ്, അവർക്ക് പെട്ടെന്ന് തന്നെ ദാറ്റ് ഇസ് അവരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാം എന്നാണ് പറയുന്നത്. ദാൻ ദി ലോവർ ലെവൽ മാനേജേഴ്സ്. അതിന് ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ലോവർ ലെവൽ മാനേജേഴ്സിനേക്കാൾ കൂടുതൽ
പെട്ടെന്ന് തന്നെ നീഡ്സുകൾ അതേപോലെ ദാറ്റ് ഈസ് ഹൈ ലെവൽ നീഡ്സുകൾ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ടോപ്പ് ലെവൽ മാനേജേഴ്സിനാണെന്നാണ് പറയുന്നത്. ആൻഡ് ഫർദർ ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ദാറ്റ് ദി ഫുൾഫിൽമെൻറ്റ് ഓഫ് നീഡ്സ് വിൽ വാരി അക്കോർഡിംഗ് ടു. ഇനി പറയുന്നത് ഈ നീഡ്സുകൾ ഒക്കെ സാറ്റിസ്ഫൈ ഇങ്ങനെ ഹൈറാർക്കിക്കലി തന്നെയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഇവാലുവേഷൻ നടത്തിയിട്ട് മനസ്സിലാക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരാളുടെ ജോലി എന്താണ്, അയാളുടെ ഏജ് എത്രയാണ്, അതൊരു പേഴ്സൻ്റെ ജോബ്, അയാളുടെ ഏജ്, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ആൻഡ് ദ സൈസ് ഓഫ് ദ ഫാമിലി അനുസരിച്ചിട്ട് ഇറ്റ് മേ വേരി എന്നാണ് പറയുന്നത്. അത് വ്യത്യസ്തപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഒരു വാല്യുവേഷൻ നടത്തിയിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, ഈ നമ്മൾ ഓരോ നീഡ്സും ഇങ്ങനെ ഫുൾഫിൽ ചെയ്ത് പോവില്ലേ, ആ ഫുൾഫിൽ ചെയ്ത് പോകുന്നത് ദാറ്റ് ഈസ് അത് ഫുൾ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇറ്റ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ സം അതർ ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഒരാളുടെ സം അതർ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെന്നാണ് പറയുന്നത്. അയാളുടെ ജോലി എന്താണെന്ന് നോക്കേണ്ടി വരും, അയാൾക്ക് എത്ര വയസ്സായി നോക്കേണ്ടി വരും, അയാളുടെ ഫാമിലി വലിയൊരു ഫാമിലി ആണെങ്കിൽ അയാൾക്ക് ഫിസിയോളജിക്കൽ നീഡ്സൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും ഇല്ലേ. എന്നിട്ട് അയാൾക്ക് ചിലപ്പോൾ സോഷ്യൽ നീഡ്സുകൾക്ക് ദാറ്റ് ഈസ് അയാളുടെ ദാറ്റ് ഈസ് സേഫ്റ്റി നീഡ്സിലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. കുറേ ആളുകൾക്കൊക്കെ ഒരു വലിയ ഫാമിലി ആണെങ്കിൽ അല്ലേ, അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കാം. അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, വളരെ പുവർ ഫാമിലിയിൽ നിന്ന് വരുന്നതാണോ, പുവർ ബാക്ക്ഗ്രൗണ്ട് എന്നാണോ, റിച്ച്, അങ്ങനെയൊക്കെ നോക്കിയിട്ട് അതിൽ വ്യത്യസ്തപ്പെടാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ തിയറിയുടെ ഒരു ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബിഹേവിയറൽ അപ്രോച്ചിൽ പറയുന്നത്. ആൻഡ് ദ തേർഡ്, മൂന്നാമത്തെയാണ് ദാറ്റ് ഈസ് റെൻസിസ് ലിക്കേർട്ട് എന്ന് പറയുന്നത്. അദ്ദേഹവും ഒരു ആരായിരുന്നു എന്നാണ് പറയുന്നത്, ഒരു ബിഹേവിയറൽ സയൻറ്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് ഒന്നും കൂടി നമ്മൾ പറയാവുന്നത് ഹീസ് ആൻ അമേരിക്കൻ എഡ്യൂക്കേറ്റർ ആൻഡ് ഓർഗനൈസേഷണൽ സൈക്കോളജിസ്റ്റ് എന്നാണ് പറയുന്നത്. ഒരു അമേരിക്കൻ എഡ്യൂക്കേറ്ററും അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മെയിൻ ഫീൽഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റിസർച്ച് ഓൺ മാനേജ്മെൻറ്റ് സ്റ്റൈൽസ്. പല മാനേജ്മെൻറ്റ് സ്റ്റൈൽസിനെ കുറിച്ച് അദ്ദേഹം ഒരുപാട് റിസർച്ചുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഹി ഹാസ് കണ്ടക്റ്റഡ് മച്ച് റിസർച്ച് ഓൺ ഹ്യൂമൻ ബിഹേവിയർ വിത്ത് ഇൻ ദി ഓർഗനൈസേഷൻ. അത് ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് ഹൗ എ ഹ്യൂമൻ ഈസ് ബിഹേവിങ് എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ, ഓർഗനൈസേഷനിൽ തന്നെ ഒരു ഇൻഡസ്ട്രി അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ എങ്ങനെയാണ് ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു വർക്കർ ബിഹേവ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡി നടത്തിയെന്നാണ് പറയുന്നത്. അതിനുവേണ്ടി അദ്ദേഹം എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, പലതരത്തിലുള്ള ഓർഗനൈസേഷൻസും പലതരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽസും നമ്മൾ പഠിക്കും കേട്ടോ. ലീഡർഷിപ്പ് സ്റ്റൈൽസൊക്കെ നമുക്ക് പഠിക്കാൻ വരുന്നുണ്ട്. അതൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ പരീക്ഷണങ്ങൾ എക്സാമിൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഹി എസേർട്സ് ദാറ്റ് ടു അച്ചീവ് മാക്സിമം പ്രോഫിറ്റബിലിറ്റി, അതായത് അദ്ദേഹം പറയണത് എങ്ങനെയാണ്, മാക്സിമം പ്രോഫിറ്റബിലിറ്റി ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, അതുപോലെ നല്ല ഗുഡ് ലേബർ റിലേഷൻസ് ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, അതുപോലെ ഹൈ പ്രൊഡക്ടിവിറ്റി ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം, അത് ഈ 3 കാര്യങ്ങളും ഒരു ഓർഗനൈസേഷന് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നാണ് പറയുന്നത്, ആ ഓർഗനൈസേഷൻ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൺ ആണ്. ആ ഹ്യൂമൻ അസറ്റിനെ ഒപ്റ്റിമലി യൂസ് ചെയ്തിരിക്കണം. ആൻഡ് ഒപ്റ്റിമലി യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കണം. അതായത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെ ബെസ്റ്റായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രോഫിറ്റബിലിറ്റി കൂട്ടാം, പ്രൊഡക്ടിവിറ്റി കൂട്ടാം, അതുപോലെ തന്നെ ലേബർ റിലേഷൻസും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഈ ഒരു തിയറി, അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്റ്റഡി വഴി അദ്ദേഹം കണ്ടെത്തിയതാണ്. ഇൻ ഓർഡർ ടു എൻഷുർ or to achieve maximum profitability, അതുപോലെ തന്നെ good labor relations and higher productivity, the organization needs to make the optimum utilization of the human beings or human assets. അപ്പോൾ അതാണ് അദ്ദേഹം പറയണത്. എന്നിട്ട് എന്താണെന്നാണ് പറയുന്നത്, അപ്പോൾ അതായത് ഓർഗനൈസേഷൻസ് അറ്റ് പ്രസന്റ്, അതായത് ഒരു നമ്മുടെ ഓർഗനൈസേഷൻസിലൊക്കെ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്, പല തരത്തിലുള്ള മാനേജ്മെൻറ്റ് സ്റ്റൈൽസുകൾ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഹി ഹാസ് ക്രിയേറ്റഡ് ബൈ ഒരു ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റൈൽസ് അദ്ദേഹം ക്രിയേറ്റഡ് ബൈ ഹിംസെൽഫ് എന്നാണ് പറയുന്നത്. അപ്പം അതനുസരിച്ചിട്ട് അദ്ദേഹം 4 മെയിൻ സിസ്റ്റംസ് ആണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് മാനേജ്മെൻറ്റ് സ്റ്റൈൽസ് ഉണ്ട്. ഹി ക്രിയേറ്റഡ് ബൈ അദ്ദേഹം തന്നെ സ്വയം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 4 മാനേജ്മെൻറ്റ് സ്റ്റൈൽസുകളാണ് പറയുന്നത്. ഒന്ന് ദ എക്സ്പ്ലോയിറ്റേറ്റീവ് എന്നുണ്ടെങ്കിൽ ചൂഷണം ചെയ്യാന്നാണ് അർത്ഥം. അതായത് നന്നായി അവരെ കൊണ്ട് പണിയെടുപ്പിച്ച് ചെയ്യുന്ന മാനേജ്മെൻറ്റ് സ്റ്റൈലുണ്ട്. സെക്കൻഡ് ഇസ് ദ ബെനവലൻറ്റ് എന്ന് പറഞ്ഞാൽ കൈൻഡ് എന്നാണ്. അതായത് അവരോട് നമുക്കൊരു ദയൊക്കെ കാണിച്ചുകൊണ്ട് അവരെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റൈലുണ്ട്. ദാറ്റ് ഇസ് ദ ബെനവലൻറ്റ്. തേർഡ് ഈസ് കൺസൾട്ടേറ്റീവ്, അതായത് അവരോട് തന്നെയൊക്കെ ഒന്ന് കൺസൾട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ അവരോട് കൺസൾട്ട് ചെയ്ത് ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് സ്റ്റൈലുണ്ട്. ആൻഡ് ദ ഫോർത്ത് ഈസ് പാർട്ടിസിപ്പേറ്റീവ്, അതായത് വർക്കേഴ്സിനെ ഈ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസിലും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് എന്നിട്ട് അവർക്കൊരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുക ദാറ്റ് ദേ ആർ ഓൾസോ എ പാർട്ട് ഓഫ് ഇറ്റ് എന്ന് അവരൊരു ഫീലിംഗ് വരുത്തിക്കൊണ്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ 4 തരത്തിലുള്ള മാനേജ്മെൻറ്റ് സ്റ്റൈൽസ് ആണ് റെൻസിസ് ലിക്കേർട്ട് പറഞ്ഞത്. ഒന്ന് ദി എക്സ്പ്ലോയിറ്റേറ്റീവ്, ദി ബെനവലൻറ്റ്, ദി കൺസൾട്ടേറ്റീവ്
ആൻഡ് ദി പാർട്ടിസിപ്പേറ്റീവ്. എന്നിട്ട് അദ്ദേഹം പറയണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നാലാമത് പറഞ്ഞില്ലേ ദ പാർട്ടിസിപ്പേറ്റീവ്, ആൻഡ് ദാറ്റ് ഈസ് വൺ വിച്ച് ഈസ് ദ ഐഡിയൽ എന്നാണ് പറയുന്നത്. ഏറ്റവും അതായത് പ്രോഫിറ്റ് ഉണ്ടാക്കണം, അതായത് നല്ല രീതിയിൽ ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകണോ, നല്ല ലാഭം ഉണ്ടാക്കണമെങ്കിൽ ദാറ്റ് ഈസ് ഫോർത്ത് വൺ എന്നാണ് പാർട്ടിസിപ്പേറ്റീവ് സിസ്റ്റമാണ് ഏറ്റവും നല്ലതെന്നാണ് ലിക്കേർഡ് പറയുന്നത്. ആൻഡ് ലിക്കേർഡ് സേസ് ദാറ്റ് ഓൾ ഓർഗനൈസേഷൻ ഷുഡ് അഡോപ്റ്റ് ദ സിസ്റ്റം. എല്ലാ ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യണം എന്നാണ് ലിക്കേർഡ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് നമുക്ക് ബിഹേവിയറൽ അപ്രോച്ചിൽ പറയാനുള്ള 3 പേരുടെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ് അവസാനിപ്പിക്കാം. നെക്സ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് മോഡേൺ അപ്രോച്ചാണ്. ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ് ഫോർ വാച്ചിങ് മൈ ക്ലാസ്. താങ്ക് യു.